ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സാധിച്ചിരിക്കും. നമുക്കറിയാം, മക്കളില്ലാത്ത ധാരാളം ദമ്പതികളുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ആ മേഖലയിൽ കടന്നു പോയിട്ടുള്ളവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. വേറെ ഒരാൾക്ക് പോലും അറിയത്തില്ല മക്കളില്ലാത്ത ദമ്പതികളുടെ ബുദ്ധിമുട്ട്. ഞാൻ അവരോടായിട്ട് ഈ പറയുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചാലും കൃപാസന മാതാവിന്റെ പക്കൽ നിങ്ങളെ അപേക്ഷ കൊടുത്താൽ മതി. ഉറപ്പായിട്ട് ഉത്തരവരളി തന്നിരിക്കും. അതിന് ചിലപ്പോൾ ഉടനെ ലഭിക്കണമെന്നില്ല. ഞങ്ങൾ 3 വർഷം വരെയും കാത്തിരുന്നു, 3 വർഷം വരെയും. അതുപോലെ നിങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മനുഷ്യർക്ക് അസാധ്യമായത് കൃപാസന മാതാവിലൂടെ, പരിശുദ്ധ അമ്മ തന്റെ തീർക്കുമാരിലൂടെ നിങ്ങൾക്ക് ഉത്തരമരുളും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുപോലെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞോട്ടെ. അന്ന് ഡോക്ടർ, കാരണം ഞങ്ങൾക്ക് വളരെ പ്രായമായ ഏജായി, കാരണം 14 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു കുഞ്ഞാണ്. ഞാൻ വിശ്വസിച്ചൊരു കാര്യം ലോജിക്ക് രീതിയിലാണ്. അതായത് പണം ഉണ്ടെങ്കിലും നമ്മുടെ കഴിവുണ്ടെങ്കിലും നമുക്ക് പലതും നേടാൻ പറ്റും. പക്ഷേ പണവും കഴിവുണ്ടായിട്ടും പലതും നേടാൻ പറ്റിയല്ല എന്നുള്ളത് എൻ്റെ സ്വന്തം ജീവിതം കാണിച്ചു തന്നു. അപ്പോൾ പലർക്കും ഉള്ള പലരെയും പ്രതിസന്ധിയാണ്. എനിക്ക് കാശുണ്ടെങ്കിൽ എല്ലാ കാര്യം നടക്കും, അപ്പോൾ പണം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ചാൽ എന്തും നേടാം. പക്ഷേ പലപ്പോഴും അത് സാധ്യമാകണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണം വിശ്വാസ ജീവിതത്തിലേക്ക് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിത അനുഭവത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയായി മാറാൻ